ഹായ് സ്റ്റുഡൻസ്, നീറ്റ് എഴുതാൻ പോകുന്ന ക്ലാസ് 12 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് 11th ടോപ്പിക്സ് അല്ലേ. 11th സിലബസ് ഞങ്ങൾ മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടില്ല, പഠിച്ചതൊക്കെ മറന്നുപോയി. ഇനി ഞങ്ങളത് എപ്പോൾ പഠിക്കും? കാരണം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ വരാൻ പോവാണ്, ബോർഡ് എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ട്. കാരണം അതിൻ്റെ 12th സിലബസാണ് നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കുന്നതും എല്ലാവരും പഠിക്കാൻ പറയുന്നതും. അപ്പോൾ 11th കുറേ ടോപ്പിക്സ് നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. 11th നിങ്ങൾ വൃത്തിയായി പഠിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്കറിയാം നീറ്റ് എക്സാമിൽ നീറ്റ് 2024 11th 12th നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബയോളജിയിലൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജ് തന്നെയായിരുന്നു 11th പോർഷൻസിനും. അപ്പോൾ നമുക്ക് 11th പോർഷൻസിനെ ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പഠിക്കുക അല്ലേ? അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നമ്മളുടെ സ്ഥലത്തിലെ ഇപ്പം സൂപ്പർ കിങ്സ് ബാച്ചിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ കഴിയുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് 11th ടോപ്പിക്സ് ഫുള്ള് റിവൈസ് ചെയ്ത് ബ്രഷ് ത്രൂ ചെയ്തൊക്കെ ചെയ്തു തരും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്കിത് പഠിക്കാം. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് അത് പോരാ, എനിക്ക് ഇനിയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഹൈ വെയിറ്റേജ് ടോപ്പിക്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, മിസ് ഏതൊക്കെയാണ് ഈ ഹൈ വെയിറ്റേജ് ടോപ്പിക്? ഇപ്പോൾ നമ്മൾ ക്ലാസ് 11th ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് വരുന്ന നമ്മളുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ഒരുപാട് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. അതേപോലെ നമ്മൾ നോക്കുമ്പം സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്ലാന്റ് ഫിസിയോളജിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ പക്ഷേ ഇതെല്ലാം നമുക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത്ത്, പിന്നെ അതേപോലെ നമ്മളുടെ ഇതിലേക്ക് വരുമ്പോൾ അതായത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷേ ഇൻ ഡെപ്ത്തിൽ നിങ്ങൾക്കിപ്പോൾ ഇത് പഠിക്കാൻ സമയമില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മളുടെ സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഈ പറഞ്ഞ ചാപ്റ്ററുകളിൽ നിന്നും, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിലെ ഇൻ്റർഫേസ് ക്വസ്റ്റ്യൻ വരുന്ന ഫേസ് ആണ്. മിയോസിസിൻ്റെ പ്രോഫേസ് 1 അല്ലെങ്കിൽ നമ്മുടെ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ അല്ലെ ഡിപ്ലോട്ടീൻ, ഡയാകൈനേസിസ്, അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്ത് ഏറ്റവും ടഫായിട്ടുള്ളത്, അത് ബയോളജിയിൽ മാത്രമല്ല ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാ സബ്ജക്ട്സിലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിനെ ഒന്ന് മാത്രം എടുത്ത് അതിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഭാഗം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗത്തിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു പഠിക്കാം, നമ്മളുടെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാകും, ലൈവ് ക്ലാസ്സിൻ്റെ വീഡിയോസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിച്ചു പഠിക്കാം, കോൺസെപ്റ്റ്സ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇതൊന്ന് നിങ്ങളുടെ ഡെയിലി സ്റ്റഡി റൂട്ടീനിൽ 11th ടോപ്പിക്സിനായിട്ട്, കാരണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. നല്ല സ്കോർ വാങ്ങിച്ചാൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും അല്ലേ? അപ്പോൾ 12th നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഓക്കെ, അത് നിങ്ങൾക്ക് സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെ സമയം ഉണ്ടാവും, നമുക്ക് പഠിച്ചു പോവാം. പക്ഷേ 11th ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് പഠിച്ചു പോയാൽ മാത്രം പോരാ, നല്ല പോലെ അത് റിവൈസ് ചെയ്യണം, അതിനെ ബേസിച്ചുള്ള മോക്ക് എക്സാം എഴുതാൻ വേണം. സോ ഫോർ ദാറ്റ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങളുടെ ഡെയിലി സ്റ്റഡി റൂട്ടീനിൽ 11th ടോപ്പിക്സ് പഠിക്കാനായിട്ട് മാത്രം കുറച്ച് സമയം മാറ്റി വെക്കുക. അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹൈ വെയിറ്റേജ് ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, ഏതൊക്കെ ഭാഗത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ആ ഭാഗം ഫോക്കസ് ചെയ്ത് പഠിക്കുക. എല്ലാ സബ്ജക്റ്റിലും ഇത് ചെയ്യുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം നമുക്ക് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ സമയം അനുസരിച്ച് ഫുൾ ചാപ്റ്റേഴ്സ് നോക്കാം. സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നല്ല പോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.